Hello everyone and welcome back to the channel. Today's topic is Jacobean and Carolean period in English literature, which is extremely important for UGC NET, SEC and PSC exams. So almost every year chronology questions ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചു കാണാറുണ്ട്. അതായത് author work matching, literary features, then literary movementsന്റെ based ആയിട്ടുള്ള MCQs ഒക്കെ ഇതിൽ നിന്ന് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ സ്ലോ ആയി ഡീറ്റെയിൽ ആയി കേൾക്കാം. സോ നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാം ഈ ഒരു പീരീഡിന്റെ. സോ എലിസബത്തൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ജാക്കബിയൻ ആൻഡ് കരോലിയൻ പീരീഡ് വരുന്നത്. സോ എലിസബത്തൻ ഏജിൽ, അതായത് ഒരു ട്രാൻസിഷൻ ഫ്രം എലിസബത്തൻ ഏജ് ആണ്. സോ എലിസബത്തൻ ഏജിൽ ഒപ്റ്റിമിസം, കോൺഫിഡൻസ്, നാഷണൽ പ്രൈഡ് ഒക്കെ ആയിരുന്നു. ബട്ട് എലിസബത്ത് വണ്ണ് മരിച്ചപ്പോൾ, ദാറ്റ് ഇസ് ഇൻ 1603, ഇംഗ്ലണ്ടില് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അൺസർട്ടനിറ്റി എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങി. അതിന്റെ റിസൾട്ട് ആയിട്ട് ലിറ്ററേച്ചർ എന്തായി, ഡാർക്കായി, സീരിയസ് ആയി ആൻഡ് ഫിലോസഫിക്കലായി. സോ പീരീഡ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാക്കബൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രം 1603 to 1625. കിങ് ജെയിംസ് വൺ ആണ് റൂൾ ചെയ്തത്. ആൻഡ് കരോലിയൻ പീരീഡ് ഇസ് ഫ്രം 1625 to 1649. അതായത് കിങ് ചാൾസ് വൺ ആണ് ഈ ഒരു പീരീഡ് റൂൾ ചെയ്തത്. Both periods together sometimes called as late Renaissance or post-Elizabethan age. So നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ജാക്കബിൻ പീരീഡ് എന്ന് പറയുന്നത് 1603 to 1625 ആണ്. So Jacobean literature is known for pessimism, dark realism, psychological depth, moral confusion and political corruption. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഒരു അഗ്ലി ട്രൂത്ത് ലിറ്ററേച്ചറിൽ കണ്ടുവരാൻ തുടങ്ങി. ഈ ഒരു പീരീഡിലാണ് ഡ്രാമ റീച്ച് ഇറ്റ്സ് ട്രാജിക് ഇന്റൻസിറ്റി. ആൻഡ് വില്യം ഷേക്സ്പിയർ, നമുക്കറിയാം എലിസബത്തൻ പീരീഡിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ് ഷേക്സ്പിയർ എന്ന് പറയുന്നത്. സോ വില്യം ഷേക്സ്പിയറിന്റെ ലേറ്റർ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ജാക്കബൻ പീരീഡിലൂടെയാണ്. അതായത് ദോ ഷേക്സ്പിയർ ഇസ് എലിസബത്തൻ, ഹിസ് ഗ്രേറ്റ് ട്രാജഡീസ് ബിലോങ്സ് ടു ജാക്കബൻ പീരീഡ്. അതായത് ഇമ്പോർട്ടന്റ് ജാക്കബൻ പ്ലേസ് എന്തൊക്കെയാണ്? ഹാംലെറ്റ്, മാക്ബത്ത്, കിങ് ലിയർ, ഒതെല്ലോ ആൻഡ് ടെമ്പസ്റ്റ്. ഈ ഒരു വർക്ക്സ് ഒക്കെ എന്താണ്, ഈ ഒരു ജാക്കബൻ പീരീഡിലാണ് ഷേക്സ്പിയറിൻ്റെത് പബ്ലിഷ് ആയിട്ടുള്ളത്. ഓക്കെ, സോ തീംസ് ഇൻ ഷേക്സ്പിയർസ് ജാക്കബൻ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്ബത്തിൽ നമുക്ക് എംബിഷൻ കാണാം, ഒതെല്ലോയിൽ നമുക്ക് ജെലസി കാണാം, ആൻഡ് കിങ് ലിയറിൽ നമുക്ക് മാഡ്നസ് കാണാം, ആൻഡ് ഹാംലെറ്റിൽ എന്താണ്, മോറൽ ഡിലേമയാണ്. അതായത് ഹീറോസ് ആർ ഫ്ലോഡ്, നോട്ട് ഐഡിയൽ. സോ ഷേക്സ്പിയറിന്റെ ലേറ്റർ പ്ലേസ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ട്രാജഡി ആണ്. ഓക്കെ, സോ അത് ഈ ഒരു ജാക്കബൻ പീരീഡിലാണ് ഉള്ളത്. സോ റിമെമ്പർ ദാറ്റ്. നെക്സ്റ്റ് ഇസ് ബെൻ ജോൺസൺ. ബെൻ ജോൺസൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നോൺ ഷേക്സ്പിയറിയൻ ഡ്രമാറ്റിസ്റ്റ്, ഫേമസ് ഫോർ കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. ഹ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബോഡ്ലി ഫ്ലൂയിഡ്സ് കൺട്രോളിങ് ഹ്യൂമൻ ബിഹേവിയർ എന്നാണ് പറയുന്നത്, ലൈക്ക് ആംഗർ, ഗ്രീഡ്, ജെലസി. സോ ഇമ്പോർട്ടന്റ് പ്ലേസ് എന്തൊക്കെയാണ് ബെൻ ജോൺസന്റെ? വാൾപോൺ, ദ ആൽക്കമിസ്റ്റ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബെൻ ജോൺസന്റെ പ്ലേസ്. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബെൻ ജോൺസൺസ് ഡ്രാമ? സെറ്റൈറിക്കൽ ആണ്, റിയലിസ്റ്റിക് ആണ്, ക്ലാസിക്കൽ റൂൾസ് ഫോളോ ചെയ്യുന്നു ആൻഡ് മോറൽ പേർപ്പസ് ഉണ്ട്. സോ ഷേക്സ്പിയർ ഇമോഷൻ ഫോക്കസ് ചെയ്യുമ്പോൾ ബെൻ ജോൺസൺ എന്താണ്, ഇന്റലക്ട് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു പീരീഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് റിവെഞ്ച് ട്രാജഡി എന്നുള്ളത്. സോ ജാക്കബൻ ഏജിൽ റിവെഞ്ച് ട്രാജഡി പോപ്പുലർ ആയി. റിവെഞ്ച് ട്രാജഡിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഗേസ്റ്റ്, അതായത് റിവെഞ്ച് മോട്ടീവ്, വയലൻസ്, മാഡ്നസ്, ബ്ലഡി സീൻസ്. സോ റൈറ്റേഴ്സ് ആരൊക്കെയാണ്? തോമസ് കിഡ്, ജോൺ വെബ്സ്റ്റർ. ഫേമസ് പ്ലേ എന്തൊക്കെയാണ്? ജോൺ വെബ്സ്റ്ററിന്റെ ദ ഡച്ചസ് ഓഫ് മാൽഫി ബൈ ജോൺ വെബ്സ്റ്റർ ഇസ് വെരി ഫേമസ്. ഇറ്റ് ഇസ് എ റിവെഞ്ച് ട്രാജഡി. ഈ ഒരു ജാക്കബിൻ പീരീഡിലാണ് മെറ്റാഫിസിക്കൽ പോയട്രി നമുക്ക് കാണാൻ തുടങ്ങുന്നത്. അതായത് മെയിൻ പോയിറ്റ്സ് ആരൊക്കെയാണ്? ജോൺ ഡൺ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആൻഡ് അതർ പോയിറ്റ്സ് ആണ് ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാർവൽ ആൻഡ് ഹെൻറി വോഗൻ. സോ ഇവരൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. സോ എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കൺസീറ്റ്സ്, അതായത് ഫാർ ഫെച്ച്ഡ് കമ്പാരിസൺ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇന്റലക്ച്വൽ ആർഗ്യുമെന്റ്സ്, വിറ്റ് ആൻഡ് പാരഡോക്സ്, ലവ് പ്ലസ് റിലീജിയൻ കമ്പൈൻഡ് ആണ് മെറ്റാഫിസിക്കൽ പോയട്രിയിൽ. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ജോൺ ഡൺ കമ്പാസ്, ലവ് ടു കോമ്പസ്, ആൽക്കമി ആൻഡ് മാത്തമാറ്റിക്സ്. സോ നെക്സ്റ്റ് നമുക്ക് കരോലിയൻ പീരീഡ് നോക്കാം. ഇറ്റ് ഇസ് ഫ്രം 1625 to 1649. സോ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ കിങ് ചാൾസ് വൺ റൂൾഡ് വിത്ത് ആബ്സല്യൂട്ട് അതോറിറ്റി. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് there comes the conflict with parliament, civil war and political tension arises. So literature reflects എന്താണ്, royalistic ideals, court culture, elegance and refinement. So general characteristics പറയുകയാണെങ്കിൽ കരോലിയൻ literature is smooth, polished,
musical, less intense than Jacobean period. Okay, so Jacobean period means darkness ആണ്. Carolean എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ soft elegance ആണ് പോയിട്രി ചെയ്യുന്നത് വർക്ക്സിലൊക്കെ. ഓക്കെ, so next is poetry. So poetry is the dominant form. Carolean period ഡ്രാമ ഡിക്ലൈൻ ആയി, പോയട്രിക്കാണ് പ്രൊമിനൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പീരീഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ജക്കബിൻ പീരീഡിൽ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആണെങ്കിൽ ഇവിടെ കവലിയർ പോയിറ്റ്സിനെയാണ് നമ്മൾ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ദേ സപ്പോർട്ട് കിങ് ചാൾസ് വൺ ആൻഡ് ദേ ആർ നോൺ ആസ് റോയലിസ്റ്റ് പോയിറ്റ്സ് ഓർ സൺസ് ഓഫ് ബെൻ. അതായത് ബെൻ ജോൺസന്റെ ഇൻഫ്ലുവൻസ് ആണ് ഈ സൺസ് ഓഫ് ബെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മേജർ കവലിയർ പോയിറ്റ്സ് ആരൊക്കെയാണ്? റോബർട്ട് ഹെറിക്, റിച്ചാർഡ് ലാവ്ലേസ്, തോമസ് കെറിയോ ആൻഡ് സു ജോൺ സക്ലി. സോ ഈ കവലിയർ പോയിട്രിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദാറ്റ് ഇസ് ലവ്, ബ്യൂട്ടി, ലോയാലിറ്റി, ഹോണർ ആൻഡ് കാർപെ ഡിയം, മീൻസ് എൻജോയ് ദ ഡേ, സീസ് ദ ഡേ. ഈ ഒരു പീരീഡിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, മ്യൂസിക്കൽ ആണ് ആൻഡ് ഗ്രേസ്ഫുൾ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്? ഹെറിക്കിന്റെ ടു ദ വെർജിൻസ്, ടു മേക്ക് മച്ച് ഓഫ് ടൈം, ആൻഡ് റിച്ചാർഡ് ലവ്ലേസിന്റെ to look at star going to the wars. So നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? കവലിയർ പോയിറ്റ്സ് എന്ന് പറയുന്നത് they are light, courtly and lyrical. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഈ ഒരു പീരീഡിലെ ഒരു റൈറ്റർ ആണ് ജോൺ മിൽട്ടൺ. ഏർലി ഫേസിലാണ് വരുന്നത്. Though John Milton is Puritan age poet, his early poems belong to Carolean period. Early works എന്തൊക്കെയാണ്? El Allegro, Il Penseroso, Comus and Lycidas. These poems are pastoral, musical and classical influence. So ഇതോടെ എന്താണ്? എൻഡ് ഓഫ് കരോലിൻ പീരീഡ് ആണ്. അതായത് 1649 കിങ് ചാൾസ് വൺ എക്സിക്യൂട്ടഡ് ആൻഡ് ദ മൊണാർക്കി എൻഡഡ്. പിന്നീടാണ് കോമൺവെൽത്ത് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോമൺവെൽത്ത് പീരീഡിൽ എന്താണ്? ദ തിയേറ്റേഴ്സ് വാസ് ക്ലോസ്ഡ്, ലിറ്ററേച്ചർ ബിക്കം റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ. നെറ്റ് എക്സാമിന്റെ പോയിന്റിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ടൈം പീരീഡ്. Then about the rulers, then major writers, key features and keywords. So ഇതൊക്കെയാണ് ജക്കബിൻ ആൻഡ് കരോലിൻ പീരീഡിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നെറ്റ് എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. So if you are the one who is still haunting how to start your preparation for UGC NET exam, please visit our website www.englishlegacyhub.com for purchasing our study material and for clarifying your doubts. So if you found this video helpful, please like, share and subscribe this channel for more videos like this. Thank you.